ഹലോ. കഴിഞ്ഞ ദിവസം നമ്മളായിട്ട് ട്രാൻസിഷൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എനിക്കാണെങ്കിൽ പനിയും അതേപോലെ കുറച്ച് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതാ വീഡിയോസൊന്നും ഇടാനേ. ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം എനിക്ക് റൂമിന് വെളിയിൽ ഇറങ്ങി നിന്ന് ഒരുങ്ങേണ്ട ഒരു സിറ്റുവേഷനാണ് പലപ്പോഴും. കാരണം റൂമിനുള്ളിൽ നിന്ന് എടുക്കുകയെന്നുണ്ടെങ്കിൽ വലിയ ലൈറ്റൊന്നും ഇല്ലെന്നേ. നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഈ വീഡിയോ ഒക്കെ വളരെ രഹസ്യമാണെന്ന്. അതുകൊണ്ട് ഞാൻ ഒരുങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ ആ വഴി നടക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ക്യാമറ മാറ്റി ഒന്നും അറിയാത്ത പോലെ നിൽക്കും. ഇത് തന്നെയായിരുന്നു അവസാനം വരെ. ധൃതിയും പിടിച്ചാകെ തട്ടിക്കൂട്ടി ഒരു ട്രാൻസിഷനായിരുന്നത്. പിന്നെ ഞാൻ ഈ ഉപയോഗിക്കുന്ന മേക്കപ്പ് കണ്ടോന്നേ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളിൽ പലരുടെ സ്വപ്നമായിരുന്നു. എനിക്കൊരു 4ാം ക്ലാസ്സൊക്കെ തൊട്ട് ഈ ഒരു സാധനം കിട്ടിയെന്നെ. അപ്പോൾ പിന്നെ ഒരു നൊസ്റ്റാൾജി അങ്ങ് പിടിക്കാമെന്ന് വെച്ച് ആ സാധനം തന്നെ അങ്ങ് ഉപയോഗിച്ചു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു സാധനം വെച്ച് ഐ ഷാഡോയും കോമ്പാക്റ്റും ഒന്നും യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ടൊരു മറുകൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും എൻ്റെ മൊത്തത്തിൽ ചേരത്തില്ലെന്ന്. അപ്പോൾ അതേപടി ഞാനങ്ങ് മായ്ച്ച് കളഞ്ഞു. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ചേരുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ നന്നായിട്ട് ചേർന്നു കേട്ടോ. അപ്പം തന്നെ ഞാനങ്ങ് ഹാപ്പിയായി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഹെയർ സ്റ്റൈല്, അതിനായിരുന്നു ഞാൻ പാടുപെട്ടത്. അതും ഇതൊക്കെ കെട്ടി നോക്കി. അവസാനം ഞാൻ നോക്കിയപ്പോൾ മുടി അഴിച്ചിടുന്നത് തന്നെ ഭംഗിയെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പിന്നെ അങ്ങനെ എന്നെ അങ്ങ് കെട്ടിവെക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. ഇതിനിടയ്ക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ടായിരുന്നു. പിടിക്കുന്നു, മാറി നിൽക്കുന്നു. ഇതൊക്കെയാണ് മാറി നിന്ന് ഒളിച്ച് നിന്ന് നോക്കുന്ന പരിപാടി കേട്ടോ. അപ്പോഴേക്കും അവസാനം നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. ട്രാൻസിഷൻ വീഡിയോ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.